സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാർക്ക് മീഡിയയിലൂടെ പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ശരവൺ മഹേശ്വരന്റെ ശങ്കജം എന്ന നോവൽ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഒരുപാട് പേര് അത് ഏറ്റെടുത്തു എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളുടെ ഒരു സമാഹാരം ഞങ്ങൾ ഈ ചാനലിലൂടെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കാരണം അതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആഴ്ചയിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അത് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുകയും വളരെ സന്തോഷത്തോടുകൂടെ തന്നെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു കവിത ഒരു ചാനലിലും വന്നിട്ടില്ല എന്നാണ് എല്ലാവരുടെ ഒരു അഭിപ്രായങ്ങള്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 101 കവിതയിലും അതിന്റെ കാരിക്കേച്ചർ വ്യത്യസ്ത രീതിയിൽ 101 തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തന്നത് മുഹമ്മദ് സഹീർ ഭണ്ഡാരത്തിൽ എന്ന് പറയുന്ന പുള്ളി ഒരു ജേർണലിസ്റ്റാണ്, ഖത്തറിലാണ്. അവിടെ നിന്ന് ഇത് ഓരോന്നും വരച്ച് ഞങ്ങൾക്ക് അയച്ചു തരികയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇതിൽ സംഗീതം ആലപിച്ചിരിക്കുന്നത് സതീഷ് വിശ്വ, ഷാജഹാൻ തൊളിക്കോട്, രശ്മി, നിത, സ്നേഹ തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഗീതിക എസ് അജയ്, പിന്നെ നമ്മുടെ വീഡിയോ കോർഡിനേറ്റർ സുജിത് പയ്യന്നൂര്, സംഗീത് ശ്രീശൻ, എല്ലാവർക്കും അവരുടെ ആ എഫേർട്ടിന് ഞങ്ങൾ വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ ഈ കവിത രചിച്ച ആൾ തന്നെ ഇതിനകത്ത് ഒരുപാട് കവിതകൾ പാടിയിട്ടുണ്ട്. അതൊക്കെ വളരെയധികം നല്ല ഭംഗിയോട് തന്നെ എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിന്റെ ഒരു ചെറിയൊരു ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ഈ കവിത ഏറ്റെടുത്ത എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഞാൻ മുഹമ്മദ് സഗീർ ഭണ്ഡാരത്തിൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ചാനലിലെ ഈ പരിപാടി ശ്രവിക്കുന്നവർക്ക് ഈ പേര് വളരെ സുപരിചിതമാവും, മുഹമ്മദ് സഗീർ ഭണ്ഡാരത്തിൽ. കാരണം കഴിഞ്ഞ 8 മാസത്തിലേറെയായി ശരവൺജിയുടെ 101 കവിതകളുടെ സമാഹാരം സ്പാർക്ക് മീഡിയയിലൂടെ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രേഖാചിത്രവും അതുപോലെ മ്യൂസിക് കോർഡിനേഷനും വീഡിയോ എഡിറ്റിംഗ് എല്ലാം നിർവഹിച്ചിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ എഴുതി കാണിക്കുമായിരുന്നു അതിൽ എൻ്റെ ഈ പേര്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാനൽ കാണുന്നവർക്ക് ഈ പേര് വളരെ സുപരിചിതമാകുമെന്ന്. പ്രത്യേകിച്ച് നിങ്ങളോട് ഈ പേരിലെ ആളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ശരവൺജിയെ ഏകദേശം 10 വർഷത്തിലേറെയായി അറിയാമെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ഞാൻ പല മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ് അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ബന്ധപ്പെടുകയായിരുന്നു. ഞാനന്ന് ഖത്തറിലാണ്. അന്ന് തുടങ്ങിയ ബന്ധം പിന്നെ പല അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, സാഹിത്യ കലാമേഖലകളിൽ. അതേ തുടർന്നുണ്ടായ പരിചയത്തിൽ ആണ് ഇപ്പോൾ കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളുടെ സമാഹാരം അദ്ദേഹം തന്നെ സ്വന്തമായി വായിച്ച് അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ രേഖാചിത്രം അത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം കവിത ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ, ഈ 101 കവിതകൾക്കും വ്യത്യസ്തമായ കാരിക്കേച്ചറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ
അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറോ ഒരു മ്യൂസിഷ്യനോ ഒരു വീഡിയോ എഡിറ്ററോ ഒന്നുമല്ല. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതും. ഇഷ്ടമേഖല പത്രമേഖലയാണ്. നാട്ടിൽ പത്രങ്ങളിലുണ്ടായിരുന്നു. പിന്നെ ഖത്തറിൽ പോയപ്പോഴും അവിടെയും എഴുത്തും പത്രവും ഒക്കെയായി അങ്ങനെ അങ്ങ് കൂടുകയായിരുന്നു. ഇദ്ദേഹം ഈ കവിത ഇങ്ങനെ വായിച്ച് അവതരിപ്പിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ, എന്നെ ബന്ധപ്പെട്ടപ്പോൾ, സ്പാർക്ക് മീഡിയ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ നോവൽ ശങ്കജം എന്ന നോവൽ ഇദ്ദേഹം തന്നെ വായിക്കുകയും അവതരിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് അവസാനിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്താലോ എന്ന് എന്നോട് ചോദിക്കുന്നത്. ആ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ എങ്ങനെ വേണമെന്ന് അദ്ദേഹം കൂടിയാലോചിക്കുകയും കാരിക്കേച്ചർ അതുപോലെ തന്നെ പല സംഗീത അറിയുന്ന ഇവർ തന്നെ സംഗീതവും അതുപോലെ തന്നെ ആലാപനവും ഗായകരെ കൊണ്ട് ആലപിക്കുകയും ചെയ്യാമെന്നാണ് കരുതിയെങ്കിലും തുടക്കത്തിൽ 1-2 എപ്പിസോഡുകളിൽ അങ്ങനെ വരികയും പിന്നെ കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരത്തെറ്റുകളും ആലപിക്കുമ്പോഴുണ്ടാകുന്ന അക്ഷരത്തെറ്റുകളും ഒക്കെ കൂടി അദ്ദേഹം തന്നെ പിന്നെ കവികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അത് സംഗീതം നിർവഹിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അദ്ദേഹം തന്നെ അത് ഏറ്റെടുക്കുകയും അദ്ദേഹം തന്നെ അത് ആലപിക്കുകയുമായിരുന്നു. ഒരു 10ഓളം കവിതകൾ മാത്രമായിരിക്കണം മറ്റ് കവികൾ ആലപിച്ചിട്ടുണ്ടാവുക. ബാക്കി എല്ലാ ഈ 101 കവിതകളിൽ ബാക്കി എല്ലാ കവിതകളും അദ്ദേഹം തന്നെയാണ് ആലപിച്ചിട്ടുള്ളത്. അതിനെല്ലാറ്റിനും ഒരു സംഗീതത്തിൻ്റെ ABCD പോലും അറിയാത്ത ഞാൻ സംഗീതം ചെയ്യുകയും അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുകയും അതിന് വേണ്ടപ്പെട്ട വീഡിയോകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂറോപ്പിലുള്ളവരും അമേരിക്കയിലുള്ളവരും അതുപോലെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യ, കേരളം പല കൂട്ടുകാരും ബന്ധപ്പെട്ട് അതിന് വേണ്ട വീഡിയോകൾ സംഘടിപ്പിക്കുകയും അതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുകയും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. പല സമയങ്ങളിലും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ സംഗീതവും അതുപോലെ തന്നെ വിഷ്വൽസും ചേരാതെ വരികയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 101 കവിതകൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരാവൃത്തിയോ രണ്ടാവൃത്തിയോ കേട്ട് കാണുകയുള്ളൂ. പക്ഷേ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അത് പലവട്ടം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരു കവിത തന്നെ. പിന്നെ 4 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഒരു കാരിക്കേച്ചർ തന്നെ ചെയ്യുന്നത്. അതുപോലെ എഡിറ്റിങ്ങിനും ഈ പറഞ്ഞതുപോലെ 4 മണിക്കൂറുകളിലേറെ ഈ 10 മിനിറ്റുള്ള കവിതകൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. സംഗീതവും വിഷ്വൽസും ഒക്കെ ചേർത്തുകൊണ്ട് ചെയ്യാൻ ചിലപ്പോൾ അത് എൻ്റെ പരിചയസമ്പന്നതയുടെ കുറവായിരിക്കണം, ഇത്ര സമയമെടുത്തിരിക്കാം. എന്നിരുന്നാലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമാണ്. ആ പ്രൊജക്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ പൂർത്തിയാക്കാൻ പറ്റിയ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്. നല്ല പല കവിതകളും ഞാൻ അതിൽ കേട്ടു. അതുപോലെ ചില കവിതകൾ എനിക്കിഷ്ടപ്പെടാത്തതുമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാന ഭാഗങ്ങളിൽ വന്ന കവിതകളൊക്കെ അതിമനോഹരമായിരുന്നു. അതിൽ 1-2 കവിതകൾ ഞാൻ പരാമർശിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ ദുഃഖകരമാണ് എന്നെ സംബന്ധിച്ച്. അതിനാൽ അത് ഞാനൊന്ന് പറയാം. അവസാനം വരുന്ന ഒരു കവിതയുണ്ട്. കവിതയാണ് എൻ നിറച്ചാർത്ത് എന്ന് പറയുന്ന ഒരു കവിത. വളരെ മനോഹരമായ കവിതയെ ഉപാസിക്കുന്ന ഒരു കവി കവിതയെ എങ്ങനെ കാണുന്നു, കവിതയാണ് എൻ്റെ ജീവാമൃതം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിഷേധം എന്ന് പറഞ്ഞൊരു കവിതയുമുണ്ട്. അച്ഛനോട് മകൻ പറയുന്നു അച്ഛന് വാർദ്ധക്യമായെന്ന്. ഇന്നത്തെ ഒരു വർത്തമാനകാലത്തിൽ
നമ്മൾ പതിവായി കേൾക്കുന്ന വാർത്തകളാണ്. വൃദ്ധരായ മാതാപിതാക്കൾ ഉറുമ്പരിച്ച നിലയിലും പുഴുവരിച്ച നിലയിലുമൊക്കെ വീട്ടിൽ അനാഥരായിരിക്കുന്നു. ഇവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയാൽ മക്കളൊക്കെ വളരെ നല്ല നിലവാരത്തിൽ നാട്ടിലായാലും വിദേശത്തായാലും കഴിയുന്നവരാണ്. അവർക്ക് ആർക്കും മക്കളെ വേണ്ട. കുറേ ആൾക്കാർ അനാഥാലയത്തിൽ അച്ഛന്മാരെയും അമ്മമാരെയും കൊണ്ടുപോയിടുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. എത്ര നല്ല രീതിയിൽ ജീവിച്ച അച്ഛനമ്മമാർ ഇപ്പോൾ വഴിയരികിലും. അപ്പോൾ ആ കവിതയും മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. കുറേയധികം പറഞ്ഞു പോയിന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ വേളയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് കുറച്ച് ദീർഘമായിട്ടുള്ളൊരു ഇൻട്രഡക്ഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2023 നവംബർ 17 കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ലാസ്റ്റ് കവിതയാണ്. അതേക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ മുതിരുന്നത്. അതിനു മുന്നേ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു. സ്പാർക്ക് മീഡിയ അവതരിപ്പിച്ചു തുടങ്ങിയ ഈ പ്രത്യേക പ്രോഗ്രാം വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ചാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. 101 കവിതകൾ 101 എപ്പിസോഡുകളായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. സ്പാർക്ക് മീഡിയയുടെ CEO ശ്രീമതി ഷീജ അജയും എഡിറ്റർ ഗീതിക എസ് അജയും പിന്നെ 8-10 ടീം അംഗങ്ങളും ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി എന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ, ഉറക്കത്തന്നെ പറയണം. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഗായകരും ഗായകരല്ലാത്തവരും ഒക്കെ ആദ്യം കുറേ എപ്പിസോഡുകൾ പാടി. പിന്നീട് പല പല സാങ്കേതിക പ്രശ്നങ്ങളും തിരക്കുകളും മൂലം കവിതകൾ എഴുതിയ ഞാൻ തന്നെ ഇത് ആലപിക്കേണ്ടി വന്നു. എനിക്ക് കഴിയും വിധം, എൻ്റെ മനസ്സിൽ തോന്നിയ വിധം ഞാനിതിൽ ഓരോ കവിതകളും ചൊല്ലാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിഷ്വൽസ് ചെയ്ത ശ്രീ മുഹമ്മദ് സഗീർ ഭണ്ഡാരത്തിൽ, അദ്ദേഹത്തെ പറയാതെ ഇത് കടന്നു പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം സഹകരണ മനോഭാവവും ആത്മാർത്ഥതയും അദ്ദേഹം ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പുലർത്തിയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. കവിയും ഖത്തർ ടൈംസിൻ്റെ ചീഫ് എഡിറ്ററും എഴുത്തുകാരനും ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ഖത്തറിൽ സിവിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്ന അദ്ദേഹം ജോലി തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ശ്ലാഘനീയമാണ്. അദ്ദേഹം നിർമ്മിച്ച അല്ലെങ്കിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ 101 കാരിക്കേച്ചറുകൾ, ഓരോ കാരിക്കേച്ചറിന് വേണ്ടിയും അദ്ദേഹം മെനക്കെട്ടത്, ചെലവഴിച്ചത് മണിക്കൂറുകളാണ്. അതുപോലെ ഇതിലെ ഒരുപാട് വിഷ്വൽസ്, കവിതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് കണ്ടെത്തുകയും അതിന് ആവശ്യമായ സംഗീതവും മറ്റും കൊടുത്ത് ഓരോ എപ്പിസോഡും പൂർത്തിയാക്കാൻ അദ്ദേഹം ചെയ്ത സേവനം വിസ്മരിക്കപ്പെട്ടുകൂടാ. ആ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഞാൻ നമ്മുടെ ശിരസ്കനാവുന്നു. ഒരുപാട് നന്ദിയും കടപ്പാടും അദ്ദേഹത്തോടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഒരുപാട് എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട്
വിദേശ രാജ്യങ്ങളിലെ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്ന സംഗീത സ്റ്റേഷൻ, പ്രശാന്ത പയ്യന്നൂർ, ഹരികുപ്പം, സഞ്ജു ചെറുവത്താനി, വിശ്വവിഖ്യാതനായ സിനിമാറ്റോഗ്രാഫർ കാർത്തിക് എസ് നായർ, ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസറും നിർമ്മാതാവും ക്യാമറാമാനും ഒക്കെയായ പ്രസാദ് ജി, പിന്നെ ഇതിനുവേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുകളും വൈഷമ്യതകളും സഹിച്ച് ഏത് രാത്രിയിൽ പോലും ഇത് നന്നായി പോകണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഷെജ അജയ്, എഡിറ്റർ ബേബിയ എസ് അജയ്, ഇതിനുവേണ്ടി വിഷ്വൽസ് എടുത്തു തന്ന അഹമ്മദ് ലക്ഷദ്വീപ്, ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രവീൺ കുന്നത്ത്, മാധ്യമത്തിൻ്റെ ചീഫ് കറസ്പോണ്ടൻറ്റ് ശ്രീ ബിജു, മംഗളം മണികണ്ഠൻ, നടനും അവതാരകനുമായ സുമിത് രാഘവ്, രതീഷ് കുമാർ ദുർഗ എന്ന ക്യാമറാമാൻ, അങ്ങനെ ഒരുപാട് പേരുടെ പിന്നിലുള്ള പരിശ്രമങ്ങൾ ഈ പ്രോജക്റ്റിനുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും കാണുവാനും ഒക്കെ ഇടയാക്കിയത് മുഖ്യമായും സ്പാർക്ക് മീഡിയയുടെ സിഇഒയുടെ പ്രയത്നവും കോർഡിനേഷനും കൊണ്ടാണ്. ഞാനെന്ന കവിയെ അല്ലെങ്കിൽ ഞാനെന്ന എഴുത്തുകാരനെ ലോകത്തിനു മുന്നിൽ കൂടുതൽ പരിചയപ്പെടുത്താൻ ഈ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങി അതിൻ്റെ കലാശക്കൊട്ടിലേക്കാണ്. ജൂലൈ 6-ാം തീയതി ശനിയാഴ്ച ആണ് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കവി ഒരു കവിത സൃഷ്ടിക്കുമ്പോൾ ആ കവിതയ്ക്ക് പ്രചോദകമായിട്ടുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, അതിൻ്റെ പോറലുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്ന് ചാലിച്ചെടുത്ത് കാലങ്ങൾ കഴിയവേ നമ്മളത് കവിതകളായി രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് ഓരോ കവിതയിലൂടെയും ഞാൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ കാലമേ പാർവതിയോട് പറയൂ എന്ന ഈ 101 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം താമസമിന പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയാണ്. അതിൻ്റെ DTP പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അനുസൃതം തുടരുന്നു. എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്ന് പറയാവതല്ല. എങ്കിലും കവിത പുസ്തകമായി ഇറങ്ങുന്നതിന് മുന്നേ കവിത ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ 9 മാസത്തെ അശ്രാന്ത പരിശ്രമത്തിനിടയിൽ ഒരു തവണ പോലും ഈ എപ്പിസോഡുകൾ മുടങ്ങുകയോ ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരികയോ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാന കാര്യം. അപ്പോൾ അത്രമാത്രം പ്രയത്നം ഇതിന് പിന്നിലുണ്ടായി എന്ന് പറയാം. കവിത ആസ്വദിക്കുന്നവർക്കും കവിത ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാം നിറഞ്ഞൊരു ലോകം. ആ ലോകത്തിൽ പലതും ഉൾക്കൊള്ളാതിരിക്കാം. ഈ അവസരത്തിൽ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എഴുത്തിൻ്റെ മേഖലയിലൂടെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം നിലയ്ക്കും വരെ കഴിയുന്നിടത്തോളം എഴുതുക, അതിൽ നിന്നും എന്തേലും ഉൾക്കൊള്ളാൻ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാലാനുവർത്തിയാണ് ഓരോ സൃഷ്ടികളും. ആരെഴുതിയാലും എന്തെഴുതിയാലും, കഥ എഴുതിയാലും നോവൽ എഴുതിയാലും ചെറുകഥ എഴുതിയാലും എന്തെഴുതിയാലും അത് കാലാനുവർത്തിയായി നിൽക്കാൻ, അതിന് പ്രചോദകമാകാൻ മനുഷ്യ മനസ്സിന് കഴിയട്ടെ. ഈ ഒരു പ്രോജക്റ്റ് നന്നായി കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇത് ഒരു തവണയെങ്കിലും മുടങ്ങിയാൽ അല്ലെങ്കിൽ കിട്ടാൻ താമസിച്ചാൽ ദേശീയ അധ്യാപക അവാർഡ് നേടിയ ശ്രീമതി
വത്സൽ ടീച്ചർ, അവരെ മറക്കാവതല്ല. എനിക്ക് ലഭിച്ച ഒരു അവാർഡ്, ആന്തം ലോയൽ അവാർഡ് വാങ്ങാൻ വേണ്ടി ഷാർജയിൽ പോയപ്പോഴും അവിടെ ഇരുന്നും എനിക്ക് ഇന്ന എപ്പിസോഡ് കിട്ടിയില്ല, ഇന്ന എപ്പിസോഡ് ഇടാൻ മറന്നുപോയോ എന്ന് ചോദിക്കുകയും അത് നിരന്തരം കേൾക്കുകയും ചെയ്ത അവർക്കും അവരോടൊപ്പം മറ്റു പലർക്കും നന്ദിയും സ്നേഹവും പറയട്ടെ. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോജക്റ്റ് തുടങ്ങുകയാണ്. അത് വേറൊരു തരത്തിലാണ്. 50 എപ്പിസോഡുകളുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആത്മനൊമ്പരങ്ങളിൽ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്ന എൻ്റെ ആത്മകഥയുടെ ചിത്രീകരണം, അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങുകയാണ്. ഏത് ചാനൽ എപ്പോൾ ടെലികാസ്റ്റ് ചെയ്യും എന്നൊന്നും പറയാവതല്ലെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പുതിയ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വേറൊരു രീതിയിൽ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കഠിനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ ഓർമ്മകൾ അത് പൊതുസമൂഹത്തിന്, പുതുതലമുറയ്ക്ക് ആത്മവിശ്വാസവും അർപ്പണബോധവും ജീവിക്കാനുള്ള ത്വരയും ഒക്കെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ആ അനുഭവങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, 1 വർഷം കൊണ്ട് പൂർത്തിയാവുന്ന 50 എപ്പിസോഡുകളുള്ള ആത്മനൊമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ള സൃഷ്ടിയും ആ സൃഷ്ടിയോടൊപ്പം ഞാൻ അനുഭവിച്ച ഗൾഫിലെ അനുഭവങ്ങൾ, ഖത്തർ എന്ന വിശാലമായ രാജ്യത്ത് 9 വർഷക്കാലം 1989 ഒക്ടോബർ 6-ാം തീയതി അവിടെ ഇറങ്ങുകയും 2004 ജൂലൈ 24-ന് അവിടുന്ന് മടങ്ങുകയും ചെയ്ത കാലഘട്ടത്തിൽ അനുഭവിച്ച വേദനകളും അനുഭവിച്ച സന്തോഷങ്ങളും മറക്കാൻ കഴിയാവതല്ല. അത്രമാത്രം പ്രശ്നങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു എൻ്റെ മനസ്സ്. ഇന്നത്തെ സമൂഹം ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും നേരിടാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ മനുഷ്യ മനസ്സിനെ ചിന്തിപ്പിക്കാനും കഴിയും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ പിന്നാമ്പുറത്ത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി പറയട്ടെ. ഒരിക്കൽ കൂടി ഈ പ്രോജക്റ്റിന് ഈ 101 എപ്പിസോഡുകൾ കാണുകയും വിലയിരുത്തുകയും ഇത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ കവിതയിലൂടെ, ഈ കവിതയുടെ ആവിഷ്കാരത്തിലൂടെ എൻ്റെ ഈ അവതരണം, ഈ കവിതയെക്കുറിച്ചിട്ടുള്ള അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശരവൺ മഹേശ്വർ എന്ന എഴുത്തുകാരനെ കാലം കഴിഞ്ഞാലും നിങ്ങൾ ഓർക്കുമെന്ന് കരുതട്ടെ. ഇതിലെ 3-4 വരികൾ ഞാനിവിടെ ആലപിക്കുന്നു. കവിതയെന്ന മുത്ത്. കവിതയാണെന്നിറച്ചാർത്ത്, കവിതയാണെന്നിറച്ചാർത്ത്, ശങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിതയാണെന്നിറച്ചാർത്ത്, ശങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിത്വപൂരിതമാകണമെൻ ജീവിതം. ഇതോടൊപ്പമുള്ള വരികളും ദൃശ്യാവിഷ്കാരവും എല്ലാം നിങ്ങൾ കാണുക. ഇതിലെ ദൃശ്യാവിഷ്കാരത്തിന് വേണ്ടി 10-18 മണിക്കൂറാണ് ഇത് തരപ്പെടുത്തിയ മുഹമ്മദ് സഹീർ ഭണ്ഡാരത്തിൽ ചിലവഴിച്ചത്. വളരെ ശ്രദ്ധയോടും
വിശുദ്ധിയോടും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ, ഒപ്പം ഈ കവിതയും കാണുക, ആസ്വദിക്കുക. ഇതിനെക്കുറിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ സ്പാർക്ക് മീഡിയയിലും അതോടൊപ്പം എൻ്റെ ചാനലിലും രേഖപ്പെടുത്തുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. ഈ പ്രോജക്റ്റിന് വേണ്ട പ്രോത്സാഹനവും ഈ പ്രോജക്റ്റിനെ സ്വീകരിക്കുകയും ചെയ്ത എല്ലാ നല്ലവരായ മനുഷ്യർക്കും നന്മകളും നല്ലതും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. കവിതയാണൻ നിറച്ചാർത്ത് സങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കവിതയാണൻ നിറച്ചാർത്ത് സങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിതയാണാത്ത് സങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെൻ ജീവിതം. എന്നുള്ളിൽ കവിത്വം നിറഞ്ഞാലും നിറകവിതകൾ എഴുതാൻ കഴിയാത്ത ദിനങ്ങൾ. എന്നുള്ളിൽ കവിത്വം നിറഞ്ഞാലും നിറകവിതകൾ എഴുതാൻ കഴിയാത്ത ദിനങ്ങൾ. കാലമെത്ര കഴിഞ്ഞാലും അനുഭവങ്ങൾ കൂടിക്കുഴഞ്ഞു പോകുന്നു. കാലമെത്ര കഴിഞ്ഞാലും അനുഭവങ്ങൾ കൂടിക്കുഴഞ്ഞു പോകുന്നു. അനർഗളമായി ഒഴുകുന്ന കവിതകൾ തേൻ തുള്ളിയായി. അനർഗളമായി ഒഴുകുന്ന കവിതകൾ തേൻ തുള്ളിയായി. ഉറങ്ങാത്ത മനസ്സിനുള്ളറകൾ നിറയുന്നു കവിതകൾ. അനർഗളമായി ഒഴുകുന്ന കവിതകൾ തേൻ തുള്ളിയായി. ഉറങ്ങാത്ത മനസ്സിൻ ഉള്ളറകളിൽ നിറയുന്നു കവിതകൾ. കുറിക്കാൻ കഴിയാതെ മറന്നുപോയ സന്ദർഭങ്ങൾ. കുറിക്കാൻ കഴിയാതെ മറന്നുപോയ സന്ദർഭങ്ങൾ ഓർമ്മയിൽ തൊടുക്കുമ്പോൾ കുറിക്കണം കവിതാശകലങ്ങൾ. കുറിക്കാൻ കഴിയാതെ പോയ സന്ദർഭങ്ങൾ ഓർമ്മയിൽ തൊടുക്കുമ്പോൾ കുറിക്കണം കവിതാശകലങ്ങൾ. പ്രക്ഷുബ്ധമാ മനസ്സ് മാറി മറിഞ്ഞേ നിൽക്കാറുള്ളൂ. പ്രക്ഷുബ്ധമാ മനസ്സ് മാറി മറിഞ്ഞേ നിൽക്കാറുള്ളൂ. എഴുതാൻ കഴിയുമ്പോൾ എഴുതണമെന്ന് തോന്നിയാലും എഴുതാൻ കഴിയാറ്. എഴുതാൻ കഴിയുമ്പോൾ എഴുതാമെന്ന് തോന്നിയാലും എഴുതാൻ കഴിയാറില്ല എന്നതാണ് പരമാർത്ഥമെങ്കിലും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒടുവിലൊരു നാളൊഴുകിയെത്തുന്നു വാഗ്ദേവത തന്നനുഗ്രഹത്താൽ. ഒടുവിലൊരു നാളൊഴുകിയെത്തുന്നു വാഗ്ദേവത തന്നനുഗ്രഹത്താൽ. കവിതയാണ് നിറച്ചാത്ത് സങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞ ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെന്ന് ജീവിതം. കവിതയാണ് നിറച്ചാത്ത് സങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെന്ന് ജീവിതം. എന്നുള്ളിൽ കവിത്വം നിറഞ്ഞാലും നിറകവിതകൾ എഴുതാൻ കഴിയാത്ത ദിനങ്ങൾ. കാലമെത്ര കഴിഞ്ഞാലും അനുഭവങ്ങൾ കൂടിക്കുഴഞ്ഞു പോകുന്നു. കാലമെത്ര കഴിഞ്ഞാലും അനുഭവങ്ങൾ കൂടിക്കുഴഞ്ഞു പോകുന്നു.
തുള്ളിയായി അനർഗളമായി ഒഴുകുന്ന കവിതകൾ തേൻതുള്ളിയായി ഉറങ്ങാത്ത മനസ്സിൽ ഉള്ളറകളിൽ നിറയുന്നു കവിതകൾ. ഉറങ്ങാത്ത മനസ്സിൻ ഉള്ളറകളിൽ നിറയുന്നു കവിതകൾ. കുത്തിക്കുറിക്കാൻ കഴിയാതെ പോയ, കുത്തിക്കുറിക്കാൻ കഴിയാതെ മറന്നുപോയ സന്ദർഭങ്ങൾ ഓർമ്മയിൽ കൊടുക്കുമ്പോൾ കുറിക്കണം കവിതാശകലങ്ങൾ. ഓർമ്മയിൽ കൊടുക്കുമ്പോൾ കുറിക്കണം കവിതാശകലങ്ങൾ. കവിതയാണെന്നിറച്ചാത്ത്, കവിതയാണെന്നിറച്ചാത്ത് ശങ്കജം നിറയുന്നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെന്ന്